പോണതാണ് അമ്മു. ഇനി എന്താണ് അമ്മു വാ. ഇവള് ഞങ്ങളുടെ പഴയ ഷോപ്പിൻ്റെ അടുത്ത് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്ന കുഞ്ഞായിരുന്നു. ഒരു ദിവസം ചെന്നപ്പോൾ ആളിനെ കാണുന്നില്ല. പകല് മൊത്തം ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഇവിടെ കിട്ടിയില്ല. ഇനി വാ, എവിടെ പോണ്? പിന്നെ കിടക്കാം. ഇനി വാ അമ്മോ, ഇനി വാ. ആ റിവേഴ്സ്. ആ വാ അങ്ങനെ ഇവള് പിന്നെ കാണാത്തോണ്ട് ഞങ്ങൾ അവിടെ എല്ലാം തിരയും. കൂട്ടിന് പിന്നെ കയറാം, ഒരു വീഡിയോ എടുത്തിട്ട് പോവാന്നേ. നമ്മളവിടെയൊക്കെ തിരക്കി അവസാനം ഞങ്ങൾക്ക് ഹൈവേയുടെ സൈഡിൽ വലിയ ഇതുണ്ട്, ബാരിക്കേഡുകൾ കോൺക്രീറ്റിൻ്റെ ഇത് പണിഞ്ഞ് വെച്ചിരുന്നതിൻ്റെ ഇടയിൽ വെള്ളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ അവിടെ അത് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം അതിൻ്റെ അടിയിൽ അങ്ങ് വിടവിലും ഏറ്റവും ഉള്ളിലായിട്ട് ഇവൾ കിടക്കുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അതിനിടയ്ക്കൊരു ചെറിയൊരു വിടവുണ്ടായിരുന്നു. അതിൻ്റെ വിടവിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ കയറൊക്കെ ഇട്ട് ഒരു സൈഡിൽ നിന്നൊക്കെ പിടിച്ചെടുത്താണ് കൊണ്ടുവന്നത്. അപ്പോഴും അങ്ങനെ അമ്മുവിൻ്റെ വലത്തെ കൈയും വലത്തെ കാലും ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വണ്ടി എന്തോ തട്ടിയിട്ട് അവള്, എൻ്റെ പൊന്നു വയറ്റമ്മ ഒന്ന് മാറി നീ, അത് വീഡിയോ എടുക്കട്ടുന്നില്ല, നീ ഇഞ്ഞി ബാ. അപ്പോൾ വണ്ടി എന്തോ തട്ടിയിട്ട് വണ്ടി എന്തോ തട്ടിയിട്ട് ആ ഒരു ഫോഴ്സിൽ വേദനയിൽ ഓടിപ്പോയി അതിൻ്റെ ഇടയിൽ എവിടെയോ കയറി കിടന്നതാണ് അവൾ. അവളത് വേദനാന്തരം പിന്നെ തിരിച്ചിറങ്ങാൻ പറ്റാതെ അവിടെ അങ്ങ് ആയിപ്പോയി, സ്റ്റക്കായിപ്പോയി ആൾ. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതിനിടയ്ക്ക് നിന്ന് പോയി എങ്ങനെയെങ്കിലും എടുത്ത് പുറത്ത് കൊണ്ടുവരുന്നത്. മുഹമ്മദ് ഫൈസലിനെ വെച്ച് പറഞ്ഞപ്പോൾ ഫൈസൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാത്രി തന്നെ ഫൈസൽ വന്ന് ഇവളെ എടുത്ത് ഷെൽട്ടറിൽ കൊണ്ടുപോയി. അപ്പോൾ അവൾ മറ്റേ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് ഒരു കാലിൽ കമ്പി ഇട്ട് ഫൈസലിൻ്റെ ഷെൽട്ടറിൽ 2 മാസം അവൾ അവിടെ ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഫൈസൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അവളെ കൊണ്ടുവരട്ടാന്ന് ചോദിച്ചു. ചേച്ചി എന്ത് പറ്റി, അവൾക്ക് നല്ല ഓടാറൊക്കെ ആയെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞില്ല, ഇവിടെ നിർത്തിയൊക്കെ ആക്കത്തില്ല. ഇവളെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഫൈസലിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഫൈസലിൻ്റെ വീട്ടിലെ കൂട്ടിലായിരുന്നു ഇവളെ ഇട്ടിരുന്നത്. അപ്പോൾ കൂടിൻ്റെ മുകളിൽ അങ്ങോട്ട് ശകലം ഒരു വിടവെന്തോ ഉണ്ടായിരുന്നു. അതുവഴി ഇവൾ പുറത്ത് ചാടി, ഗേറ്റിന് വെളിയിൽ ചാടി. അപ്പോൾ അത് ഫൈസൽ കണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇനി ഇവളെ ഇവിടെ നിർത്തിയിരുന്ന ഇവള് നമുക്ക് നഷ്ടമാവും, തിരിച്ചു കൊണ്ടുവരട്ടാന്ന് ചോദിച്ചു. അപ്പം നടക്കുന്ന പരുവമൊക്കെ ആയി, കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, എങ്കിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവൾ പക്ഷേ മുടന്തുണ്ട്, 2 കൈയും ഇങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് മുടന്തുണ്ട്. പെട്ടെന്ന് ഓടാനൊന്നും പറ്റത്തില്ല, നടക്കിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സാധാരണ അവളെ നമ്മൾ പുറത്ത് വിടത്തില്ലായിരുന്നു. എപ്പോഴും ഞങ്ങളെ കടയ്ക്കകത്ത് തന്നെയായിരുന്നു. രാത്രി ഞങ്ങൾ കടയടച്ചിട്ട് വരുമ്പോഴും അവൾ കടയ്ക്കകത്ത് തന്നെ കിടന്ന് ഉറങ്ങിക്കോളും. രാവിലെ നമ്മൾ വെളുപ്പിനെ ഒന്ന് കട തുറക്കുമ്പോൾ അവൾ പോയി 1-നും 2-നും ഒക്കെ പോയിട്ട് വീണ്ടും തിരിച്ച് വന്ന് കടയിൽ കയറി കിടക്കും. അങ്ങനെ ഞങ്ങൾ കട ഒഴിയേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഇവളെ അവിടെ പിന്നെ ഉപേക്ഷിച്ചിട്ട് വരാൻ നമുക്ക് തോന്നിയില്ല. കാരണം പിന്നെ ഞങ്ങളെ കൂടെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നു. പക്ഷേ ഫൈസൽ പ്രത്യേകം പറഞ്ഞായിരുന്നു, വെയിറ്റ് കൂടാതെ നോക്കിക്കോണേ ചേച്ചിന്ന്. കാരണം അവളെ ഒരു സൈഡിലെ 2 ഒരു കൈയും ഒരു കാലുമാണ്. അപ്പോൾ വെയിറ്റ് അവൾക്ക് നല്ല വളവുണ്ട്, അതിൻ്റെ മുടന്തൊക്കെ ഉണ്ട്. ഇപ്പോഴും ആളിന് തോനെ നേരം അങ്ങനെ നടക്കാനൊന്നും പറ്റത്തില്ല. കുറച്ച് കിടക്കുമ്പോൾ പിന്നെ വയ്യായിക കൊണ്ടായിരിക്കും പോയി ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിൽ ഇവിടെ കിടക്കും, അല്ലെങ്കിൽ കൂട്ടിൽ പോയി കിടക്കും. അങ്ങനെ പക്ഷേ ഇവിടെ കൊണ്ടുവന്നപ്പം ഫുഡ് തോനെ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഫൈസൽ. പക്ഷേ എന്തോ ചെയ്യാനാ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന പാത്രത്തിലേയും കൂടെ ഫുഡ് മൊത്തം പോയി അടിക്കല ജോലി. എല്ലാം കൂടെ കഴിച്ച് ഇപ്പം എത്ര കിലോ ഉണ്ടെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. അധികം ഫുഡ് കഴിച്ചാൽ വെയിറ്റ് കൂടുമെന്ന് അറിയാം. എന്നാലും വയറ് നിറയെ കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ശരിയാവത്തില്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അല്ലേ, അങ്ങ് ഞങ്ങൾക്ക് ഏത് പാത്രത്തിൽ നിന്ന് കണ്ടാലും ഞങ്ങൾ തിന്നും. ഞങ്ങൾക്ക് വയറ് നിറയുന്നതെന്ന് അറിഞ്ഞൂടാ. എൻ്റെ വയറ്റിൽ കൊക്കുപുഴുവാണ്. ഈ വയറ്റിൽ കൊക്കുപുഴുണ്ട്. ഈ കൊക്കുപുഴു എപ്പോഴും ചോറ് കഴിക്കുമ്പോൾ അമ്മുകുട്ടി ചോറ് കൊടുത്തില്ലേ പറ്റൂ. ഇതണ്ട അസൂയ. ഇതാരാണെന്ന് അതുകൊണ്ട് ആളിനിപ്പോൾ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടിയപ്പോഴത്തേക്ക് ആൾ എപ്പോഴും ഇങ്ങനെ കിടത്തിയാണ്. കുറച്ചൊക്കെ എണീറ്റ് നടക്കത്തുള്ളൂ. കാരണം കാല് വേദനയായെന്ന് തോന്നുന്നു. എങ്കിൽ ഫുഡ് കഴിക്കുന്ന കുറയ്ക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കത്തുമില്ല. ഏത് സമയവും ഫുഡടി. ഇവരൊക്കെ കുറച്ചേ ഫുഡ് കഴിക്കും. ഇത് പിന്നെ പുതിയ സാധനം വന്നതാണ്. കുട്ടിമാള് ഇവിടെ എന്തോ തിന്നണേ കുട്ടി? ഇവരൊക്കെ കഴിച്ചിട്ട് ബാക്കി വയ്ക്കുന്നതും പിന്നെ ഇവക്ക് കൊടുക്കുന്നതും എല്ലാം കൂടെ ഈ ഉണ്ണിക്കൊടവയറിനകത്താണ് പോണത്. ഉണ്ടാ വെയിറ്റ് കൂട്ടരുതെന്ന് പറഞ്ഞ സാധനമാണിത്. ഉണ്ണിക്കൊടവയറ് അമ്മാടി അമ്മ. ഇതാണ് ഞങ്ങളുടെ അമ്മ.
എല്ലാം ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പാടാ. ഡെയിലി ഞങ്ങൾക്ക് പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾക്ക് തിരിച്ചറിയാം. മറ്റുള്ളവർക്ക് കാണുമ്പം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് അവളുടെ ആസനം. ഏത് സമയം ഈ ഒരു പൊസിഷനിൽ കിടന്ന് ഉറങ്ങും. ഇച്ചു